കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഏറ്റവും നല്ല കർഷക സംരംഭകർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ മറ്റ് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു സംരംഭകയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പേര് സുഷമ. ഞാൻ താനാളൂർ പഞ്ചായത്തിലെ വട്ടത്താണി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഏകദേശം 10ഓളം ഏക്കറിൽ കൃഷി ചെയ്തു വരുന്ന ജൈവ രീതിയിലുള്ള കൃഷിയാണ് നിൽക്കുന്നത്. പ്രകാശ് ഫാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കൂടാതെ എൻ്റെ ജൈവ ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉള്ള ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള മറ്റ് 30ഓളം പ്രോഡക്ട്സ് ഞാൻ സുഷാസ് ഫുഡ്സ് എന്നുള്ള പേരിൽ നടത്തി വരുന്നു. എനിക്ക് 2016 പഞ്ചായത്ത് ആദരവാണ് ആദ്യമായിട്ട് ലഭിച്ചത്. അതിനുശേഷം 2019-20 മലപ്പുറം ജില്ലേന്റെ കർഷക തിലക അവാർഡ് ലഭിച്ചു. പിറ്റത്തെ വർഷം 2021 മലപ്പുറം ജില്ല കർഷക തിലക അവാർഡ് ലഭിച്ചു. പിന്നെ 2022 എനിക്ക് ICAR സൗത്ത് സമൃദ്ധി കിസാൻ സമൃദ്ധി അവാർഡ് അഗ്രി എന്റർപ്രണർ അവാർഡ് എനിക്ക് ലഭിച്ചു. 2023 കണക്കാക്കിയിട്ടുള്ള ഇപ്രാവശ്യത്തെ സംസ്ഥാനതല കേരകേസരി അവാർഡ് ലഭിക്കുകയുണ്ടായി. കൂടാതെ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ മലപ്പുറം ജില്ലയുടെ നല്ല ജൈവ കർഷകർക്കുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. കൂടാതെ ഇപ്പോ ഈ വർഷത്തെ നാളികേര ഇന്റർനാഷണൽ കോക്കനട്ട് ഡേന്റെ അനുബന്ധിച്ച് CPCRIന്റെ കാസർഗോഡ് നിന്ന് ഒരു ആദരവ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ മരച്ചക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റീൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കുന്ന മെഷീനാണ്. തേങ്ങാപ്പാൽ എടുത്തിട്ട് വെന്ത വെളിച്ചെണ്ണ നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാറ്. ഇതിൽ നമ്മൾ തേങ്ങ ചെറുകിയിട്ട് നമ്മൾ ഇതിലിടും. ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടി പാലും വരും, ഇതിൽ കൂടി നമ്മൾ തേങ്ങയുടെ വേസ്റ്റ് ഇതിൽ കൂടി വരും.
തേങ്ങ വറുത്ത മസാല ഇതിലാണ് ചെയ്യുന്നത്. ഈ തേങ്ങാപ്പാൽ നമ്മൾ അവന്ത് വെളിച്ചത് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കൈകൊണ്ട് ഞാൻ നമ്മൾ ഇടിക്കല്ലോ, അതേപോലെ ഈ ഉറക്കെ ഇടിക്കും. മഞ്ഞൾ നമ്മൾ ഇതിൽ തൊലി കളഞ്ഞിട്ട് നമ്മള് ഡ്രയറിലിട്ടിട്ട് ഉണക്ക ചെയ്യാം. ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ തൊലി കളയും, ഡ്രയറിലിട്ടിട്ട് ഉണക്കും. അതാണ് പൊടിക്കും. വിഷരഹിതമായ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെടുത്ത് ഉപോൽപ്പന്നങ്ങളാക്കിയിട്ട് സുഷാസ് ഫുഡ്സ് എന്ന സ്ഥാപനം തുടങ്ങി. ഇപ്പോൾ ഏകദേശം 30ഓളം പ്രൊഡക്ട്സ് ഞാൻ ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ, തൈരുമുളക് കൊണ്ടാട്ടം, ഏറ്റുകി, പിന്നെ അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, എള്ളെണ്ണ, അങ്ങനെ തേങ്ങ വറുത്ത മസാല, അച്ചാറുകൾ, വിവിധ ഐറ്റങ്ങളെല്ലാം നമ്മളുടെ ഫാമിൽ നിന്ന് എടുത്ത് എൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 30ഓളം പ്രൊഡക്റ്റാണ് ഉള്ളത് ഇപ്പോൾ. പഴയ അതേ കൺസെപ്റ്റില്, അതേ രീതിയിൽ യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ എനിക്ക് കൃഷി എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യമുള്ള കാര്യമാണ്. ഞാൻ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ തന്നെ അത് ചെയ്തു കൊടുക്കുമ്പോൾ അത് എനിക്ക് വിഷമില്ലാത്ത പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ട് നല്ല ഭക്ഷണമാണ് ജനങ്ങളിൽ എത്തണമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഇപ്പൊ ഞാനിത് ചെയ്യുന്നോണ്ടുണ്ട്. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ വിഷരഹിതമായിട്ട് തന്നെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും നല്ലൊരു ആരോഗ്യത്തോടെ നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത്, അത് ഓരോരുത്തരായിട്ട് അതിന് തുടങ്ങി വെച്ചാൽ അത് ബാക്കി എല്ലാവരും ഏറ്റുപിടിച്ച് ഒരു പഴയ കാലത്തിലെ നല്ല ഭക്ഷണത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. കുറച്ചു പേരെങ്കിലും അതിലേക്ക് മാറും എന്നുള്ളൊരു വിശ്വാസം കൂടി കണക്കിലെടുത്തിട്ടാണ്.